കുട്ടികളുൾപ്പെടെ 22 പേരുടെ ജീവനെടുത്ത താനൂർ ബോട്ടപകടത്തിന് ഇന്ന് 1 വർഷം. താനൂർ തൂവൽ തീരത്ത് നിന്ന് പുറപ്പെട്ട ഉല്ലാസ ബോട്ടാണ് പൂരപ്പുഴയിൽ മുങ്ങിത്താഴ്ന്നത്. അപകടത്തിൽപ്പെട്ട ബോട്ടിന് രജിസ്ട്രേഷനോ സ്രാങ്കിന് ലൈസൻസോ ഉണ്ടായിരുന്നില്ല. ഉടമയും ജീവനക്കാരും സഹായികളും പോർട്ടുദ്യോഗസ്ഥരുമടക്കം 12 പേരെ സംഭവത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇവരെല്ലാം പിന്നീട് ജാമ്യത്തിലിറങ്ങി. സംഭവം നടന്ന 90 ദിവസത്തിനുള്ളിൽ താനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇതുവരെ വിചാരണ ആരംഭിച്ചിട്ടില്ല. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനും വർഷമൊന്നു കഴിഞ്ഞിട്ടും വിചാരണ ആരംഭിക്കാനായിട്ടില്ല. അപകടത്തിൽ പരിക്കേറ്റവർക്കുള്ള ചികിത്സാ സഹായവും സർക്കാർ ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല. രക്ഷാപ്രവർത്തനങ്ങൾക്കിടെ പരിക്കേറ്റവർക്ക് ചികിത്സാ സഹായം പോലും ഇതുവരെ നൽകിയിട്ടുമില്ല. പുഴയിലിറങ്ങി മുങ്ങിപ്പോയവരെ കണ്ടെത്തുന്നതിനിടെയാണ് പലർക്കും അപകടം പറ്റി പരിക്കേറ്റത്. കാലിന് ഗുരുതരമായി പരിക്കേറ്റവരും കൂട്ടത്തിലുണ്ടായിരുന്നു. ഇവർക്കെല്ലാം ചികിത്സാ സഹായം നൽകാമെന്ന് അന്ന് താനൂരിലെത്തിയ മന്ത്രിമാരടക്കം വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെ ഒന്നും ഉണ്ടായില്ല. അന്ന് പരിക്ക് പറ്റിയതിനെ തുടർന്ന് ഏറെക്കാലം ജോലിക്ക് പോകാൻ സാധിക്കാത്തവരുമുണ്ട്. അപകടത്തിൽ നിന്ന് പരിക്കുകളോടെ രക്ഷപ്പെട്ട മക്കളുമായി ആശുപത്രിയിൽ കയറിയിറങ്ങുകയാണ് പരപ്പനങ്ങാടി സ്വദേശി ജാബിർ. പണമില്ലാത്തതിനാൽ മക്കളുടെ തുടർ ചികിത്സ മുടങ്ങുന്ന സ്ഥിതിയാണ്. ബോട്ടപകടത്തിൽ ഭാര്യയും മകനും ഉൾപ്പെടെ ബന്ധുക്കളായ 11 പേരാണ് ജാബിറിന് നഷ്ടമായത്. ബോട്ടിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ ലൈസൻസ് ഉള്ളൊരു സ്രാങ്ക് നിർബന്ധമാണ്. സംസ്ഥാനത്ത് 3100 ബോട്ടുകൾക്ക് ലൈസൻസ് ഉണ്ടെന്നാണ് കഴിഞ്ഞ വർഷം പോലീസ് കണ്ടെത്തിയത്. അന്നത്തെ വിവരമനുസരിച്ച് ലൈസൻസ് ഉള്ള സ്രാങ്കുമാർ 2900. ഈ കണക്കനുസരിച്ച് 200 ബോട്ടുകൾക്ക് ലൈസൻസ് ഉള്ള സ്രാങ്കില്ലെന്നതാണ് വസ്തുത. ഈസ്റ്റ് ലൈവ്, താനൂർ.